ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ്. ഇന്നൊരു ദിവസമേ നമുക്കിവിടെ ഉള്ളൂ. ഇന്ന് വൈകുന്നേരം 11 മണിക്കാണ് നമുക്ക് തിരിച്ചുള്ള ബസ് ടിക്കറ്റ്. ആ അറ്റത്ത് നിൽക്കുന്ന കുട്ടിയില്ലേ, അവൾക്ക് ഇൻസ്റ്റാ റീൽസ് കണ്ടപ്പോൾ പെട്ടെന്ന് തോന്നിയതാണ് അവിടുത്തെ ഏഞ്ചൽ ലൈറ്റ്സ് ഇല്ലേ അത് കാണണം എന്ന്. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പോന്നു. എൻ്റെ ഉള്ളിൽ പക്ഷെ മസാല ദോശ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ പോകുന്നത്. നമ്മൾ ആദ്യം വന്നത് ബക്കിംഗ്ഹാം പാലസിലോട്ടാണ്. നമ്മുടെ ആ പാലസിൻ്റെ അത്ര പ്രൗഢിയൊന്നും എനിക്ക് ഇതിനോട് തോന്നിയിട്ടില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴുള്ള ഏറ്റവും വലിയ സംശയം എന്താണെന്നറിയോ, ആ 2 ഭടന്മാരില്ലേ, അത് ഒറിജിനലാണോ, അത് ശരിക്കുള്ള മനുഷ്യന്മാരാണോ, അവർക്ക് അനങ്ങണമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യുമെന്നൊക്കെയാണ്. അത് ശരിക്കും ഒറിജിനലാണോ? രണ്ടാമത് ഞങ്ങൾ പോയത് നമ്മുടെ മസാല ദോശ കഴിക്കാനാണ്. ഞാൻ മുന്നേ ഇവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞ് കൊതിപ്പിച്ച് ഇവരെ കൊണ്ടുപോവാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ നമ്മളെ പറ്റിച്ചു. ഇത് അടച്ചിട്ടേക്ക ഒന്നും നോക്കിയില്ല. ആര്യഭവനോട് നമ്മൾ വഴക്കായി തിരിച്ചു പോന്നു. സംഭവം മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്താണ്. നമ്മൾ ഗൂഗിളിൽ അതിൻ്റെ ഓപ്പൺ ടൈമൊക്കെ നോക്കിയിട്ട് പോകണ്ടേ. പിന്നെ ഒന്നും നോക്കിയില്ല, മെക്ഡി വന്ന് ബർഗറും കാപ്പിയൊക്കെ കുടിച്ചു. ഇതാണല്ലോ നമ്മുടെ സ്ഥിരം തട്ടുകട. ആ ടേസ്റ്റ് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ഇപ്പം പോകുന്നത് ബിഗ് ബെൻലേക്കാണ്. എല്ലാവർക്കും അറിയാം, ഇതാണ് വേൾഡ് ഫേമസ് ക്ലോക്ക്. ഒരു ക്ലോക്ക് ടവർ ആണിത്. ഒരു സിമ്പിൾ ഓഫ് യുണൈറ്റഡ് കിങ്ഡം അങ്ങനെയൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഇത് നല്ല ഭംഗിയാണ്, പ്രത്യേകിച്ച് ഗോൾഡൻ അവറിൽ. ഈ ഒരു വെതർ തീരെ രസമുണ്ടായിരുന്നില്ല. ഭയങ്കര ഒരു മൂടി ക്ലൗഡി അങ്ങനത്തെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. 15 മിനിറ്റ്സ് കൂടുമ്പോഴാണെന്ന് തോന്നുന്നു ആ മണി ഇങ്ങനെ മുഴങ്ങുന്നത്. എനിക്ക് പാലസിനേക്കാളും ഒരു പ്രൗഡി തോന്നിയത് ഈ ബിഗ് ബെൻ കാണാനാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. ഫോട്ടോ എടുക്കുന്നു, ഭംഗി നോക്കുന്നു, പിന്നെ എടുക്കുന്നു, അങ്ങനെ മാറി മാറി ഒരു അരമണിക്കൂർ ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. ഞങ്ങൾ ഈ 3 പേരായതുകൊണ്ട് ഒരുമിച്ച് ഫോട്ടോ എടുക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആരെങ്കിലും ഫോൺ കൊടുക്കാനും ഒരു പേടിയാണ്. ഈ ലണ്ടൻ ആയതുകൊണ്ട് ഫോണിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അവിടെ നിന്ന് ഇനിയും ഫോട്ടോ എടുക്കും. അതുകൊണ്ട് വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടത്. ഇത് സ്കോട്ടിഷ് മ്യൂസിക് ആണെന്ന് തോന്നുന്നു. നല്ല അടിപൊളിയാണ്. ഇതിങ്ങനെ കേട്ട് നിൽക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയപ്പോഴാണ് ഈ ഒരു പുള്ളീനെ കണ്ടത്. ഭയങ്കര ചാടിയായിരുന്നു കേട്ടോ. തീരെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കണേ ഉണ്ടായിരുന്നില്ല, ഓടി ഓടി പോവായിരുന്നു. ഇവളാരെൻ്റെ വീഡിയോ എടുക്കാൻ എന്നുള്ള ഭാവമായിരുന്നു ആൾ നമുക്ക് തന്നത്. പിന്നെ ആൾ അത്ര ഡിസ്റ്റർബ് ചെയ്തില്ല, നമ്മളിങ്ങനെ പോന്നു. അവിടെയാണ് കേട്ടോ ലണ്ടനായി ഒന്നും നമ്മൾ കയറിയില്ല, ജസ്റ്റ് കണ്ടു. കുബേരൻ ഹായ്. ആ പിന്നിലുള്ള സംഗതി കണ്ടോ, അത് കണ്ടപ്പോഴേ നമുക്കങ്ങോട്ട് ബോധിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ അതിൽ കയറി. കുറെ കുഞ്ഞു കുട്ടികളും കുറെ വലിയ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും സംഭവം സെറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ലൊരു തീരുമാനം. ഇതൊക്കെ ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. നല്ല ലൈറ്റ്സൊക്കെ ഇട്ട് നല്ല സുന്ദര കുട്ടപ്പന്മാരായി നിൽക്കുന്നുണ്ട്. നല്ല സ്മെല്ലും വരുന്നുണ്ട്. നമ്മളതൊന്നും ബോധർ ചെയ്തില്ല. ഇടത്തോട്ടും വലത്തോട്ടും ശ്രദ്ധ തിരിക്കേണ്ട നേരെ നടന്നു. കാരണം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഉപയോഗിക്കണേ. നമുക്ക് അത്ര സമയം ഓരോ സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാനേ ഉള്ളൂ. നമ്മളിപ്പോൾ പോകുന്നത് ടവർ ബ്രിഡ്ജിലേക്കാണ്. ബസ് പിടിച്ചാണ് പോണേ. ആ ബസ്സൊക്കെ നോക്കി ബസ് സ്റ്റോപ്പൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടവർ ബ്രിഡ്ജ് എത്തി. പിന്നെ നമ്മുടെ സ്ഥിരം ഫോട്ടോഷൂട്ടായിരുന്നു. കുറേ ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. അതൊക്കെ എടുത്ത് നമുക്ക് 3 പേര് ഒരുമിച്ചുള്ള ഫോട്ടോയും കിട്ടിയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു കാര്യം നോക്കിയത്, ഫോണിൽ തീരെ ചാർജ് ഇല്ല. ഇനിയും ഫോൺ ചാർജ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നാളെ വരെ ഫോൺ നിൽക്കില്ല. പക്ഷേ ഇതേ ഒരു ക്രിസ്മസ് ട്രീ ലൈറ്റൊക്കെ ഇട്ട് നല്ല റിച്ച് ഒരു ക്രിസ്മസ് ട്രീ, ഇത് കണ്ടപ്പോൾ പിന്നെ എങ്ങനെ ഫോട്ടോ എടുക്കാതിരിക്കും. അവിടെയും 1-2 ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ സ്റ്റാർബക്സിൽ കയറി ഫോൺ ചാർജ് ചെയ്തു. പിന്നെ നമ്മൾ അടുത്തത് പോണത് ബോറോ മാർക്കറ്റിലാണ്. ഇവിടെയും ക്രിസ്മസ് റീത്തൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല വലിയ ക്രിസ്മസ് റീത്ത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് വന്നത് സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കാനാണ്. ഈ ഒരു ചീസ് കേക്ക് കണ്ടപ്പോൾ അതും മേടിച്ചു. സ്ട്രോബെറി ചോക്ലേറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ. അതിന് അത്യാവശ്യം ക്യൂ ഉണ്ട്. എപ്പോൾ ചെന്നാലും ഇതിന് ക്യൂ ഉള്ളതാണ്. പക്ഷെ സമ്മറിൽ ഈ സ്ട്രോബെറി ചോക്ലേറ്റ് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് കൂടുതൽ. വിൻ്ററിൽ സ്ട്രോബെറി സീസൺ അല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു. അങ്ങനെ നമ്മൾ കഴിക്കുകയാണ്. ഈ എക്സ്പ്രഷൻ നോക്കിക്കോളൂ കേട്ടോ. ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം അതിന് അത്യാവശ്യം പുളിയുണ്ടെന്ന്. പുളി നമുക്ക് സഹിക്കാൻ പറ്റിയില്ല, പക്ഷെ എന്നാലും എനിക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമാണ്. പിന്നെ അടുത്തത് ഈ പായയാണ് കഴിച്ചത്. കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണെന്നറിയില്ല, കുറച്ചേ ഉണ്ടായുള്ളൂ.
നമ്മൾ പെട്ടെന്ന് പോവാന്ന് പറഞ്ഞ് പെട്ടെന്ന് വരുന്ന ട്രിപ്പല്ല ശരിക്കും നടക്കുക. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഇത്. ഞങ്ങൾ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിരുന്നു. ഈ ചിറകൊക്കെ വിരിച്ച് ആകാശത്തൊക്കെ ഇങ്ങനെ പറന്ന് നിൽക്കുന്ന മാലാഖമാരെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫോണിൽ കാണുന്നേക്കാളും ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ നോക്കിക്കോളൂ കേട്ടോ, ഈ അപ്പാപ്പൻ എന്നെ ശരിക്കും പേടിപ്പിച്ചു. അപ്പാപ്പൻ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ കുറച്ച് പേടിച്ചു. പിന്നെ ഈ മാലാഖമാരെ മൊത്തത്തിൽ അങ്ങോട്ട് ഫോണിൽ ഉൾക്കൊള്ളിക്കാൻ എനിക്ക് കുറച്ച് പാടുണ്ടായിരുന്നു. എന്നാലും പറ്റണ പോലെ ഫോട്ടോസൊക്കെ എടുത്ത് നമ്മുടെ മുകളിൽ മാലാഖമാർ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ഒരു 2-3 മണിക്കൂർ സിമ്പിളായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം നടന്ന് ഇതിങ്ങനെ കാണാൻ നല്ലൊരു വൈബായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഫോട്ടോസൊക്കെ എടുത്തു. കാരണം ഒരു ഓർമ്മയാണല്ലോ, നമുക്ക് പിന്നെ ഇതൊക്കെ എടുത്ത് കാണാമല്ലോ. ഫോട്ടോ എടുത്തു പിന്നെ പ്രിൻ്റൊക്കെ എടുക്കാൻ കുറച്ച് മടി വരും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടും, നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഫോട്ടോസിന് നമ്മളല്ലാതെ എടുക്കുന്ന ഫോട്ടോസിൻ്റെ അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല. പക്ഷെ നമ്മുടെ സന്തോഷത്തിന് ഇതൊക്കെ ധാരാളമാണ്. കാലങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാമല്ലോ. ഹാർഡ് കോപ്പി ആവുമ്പോൾ അത് ഒരു വൈബ് വേറെയാണ്. പിന്നെ ഇവർ ഭയങ്കര ഹൈപ്പ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് എവർ ആഫ്റ്റർ ഗാർഡൻ. ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നിന്ന് കണ്ടപ്പോൾ തന്നെ ഇതെന്തോ ലൈറ്റാണല്ലോ, കൊള്ളാലോ എന്ന് എനിക്ക് തോന്നി. ഇതാണപ്പോൾ അവർ പറഞ്ഞ ക്ലൂക്ലൂസ് പൊടി. ക്ലൂക്ലൂസ് പൊടി അല്ല, വെള്ള കളർ റോസാപ്പൂ ഇങ്ങനെ ലൈറ്റ് വെച്ചിരിക്കുന്നു. എന്തായാലും കൊള്ളാം. ഒരു റോസാപ്പൂ പാടം, കുറേ സ്ഥലമുണ്ട്, അത്യാവശ്യം ഏരിയ ഉണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് പോന്നു. നമ്മൾ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എടുത്തത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വേറെ ആൾക്കാരിൽ ഫോൺ കൊടുക്കാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ നേരെ പോയത് ചൈന ടൗണിലേക്കാണ്. ഇവിടെ നല്ല സ്വീറ്റ്സിൻ്റെ മണം വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഒരു കേക്ക്, സാധാ ഒരു പഞ്ഞി കേക്കാണ്, പക്ഷെ എക്സ്ട്രാ സോഫ്റ്റ് ആണ്. നല്ല വായിലിട്ട അലിഞ്ഞു പോണ ഒരു പഞ്ഞി കേക്ക്, അതും കഴിച്ചു. പിന്നെ അവിടെ ഇഷ്ടംപോലെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. നമുക്കിനി 2 മണിക്കൂറും കൂടെ ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്മസ് മാർക്കറ്റിലൊക്കെ നടക്കാൻ കുറച്ച് സമയമുണ്ട്. അപ്പോൾ അതൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കുറച്ച് നേരം അവിടെ നടന്നു. പാട്ടും ബഹളം ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു കൊണ്ടുപോകാൻ എന്തെങ്കിലും മേടിക്കണം. അതാണ് ഞാൻ നോക്കി നടക്കുന്നത്. അവസാനം എനിക്ക് ഒന്നും കിട്ടിയില്ല. ഈ ഒരു കടയിൽ നിന്ന് കുറച്ച് ഫഡ്ജ് മേടിച്ചിട്ടാണ് ഞാൻ പോയത്. ആ ഫഡ്ജ് ഒരു രസവും ഉണ്ടായിരുന്നില്ല. ഫഡ്ജും മേടിച്ച് നമ്മൾ നേരെ പോയത്, രാവിലെ നമ്മൾ വഴക്കായി പോയത് ഓർമ്മയില്ലേ, ആ ആര്യഭവനിലേക്കാണ്. ഇപ്രാവശ്യമെങ്കിലും മസാല ദോശ കിട്ടോ എന്ന് നോക്കാൻ. പക്ഷെ ഇപ്രാവശ്യം കിട്ടിയിട്ടോ. ഒരു 10-20 മിനിറ്റ് ക്യൂ നിന്നിട്ടാണെങ്കിലും നമ്മൾ അകത്ത് കയറിപ്പറ്റി സംഭവം നമ്മൾ മേടിച്ച് കഴിച്ചു. മനസ്സ് നിറഞ്ഞു, വയറും നിറഞ്ഞു. നല്ലൊരു സംതൃപ്തിയും സമാധാനമൊക്കെ കിട്ടി. നല്ല രസമുണ്ടായിരുന്നു. പൊടി മസാല ദോശയാണ് ഞങ്ങൾ കഴിച്ചത്. ആ കുട്ടി നെയ് റോസ്റ്റാണ് കഴിച്ചത്. അപ്പം അതെല്ലാം കഴിച്ച് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾ വേഗം ബസ് പിടിച്ചു തിരിച്ച് മാഞ്ചസ്റ്ററിലേക്ക് പോന്നു. ഇത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്, ഏകദേശം ഒരു 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് ചെയ്യണേ. നമ്മുടെ ഫോട്ടോസൊക്കെ വെച്ച് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് എഴുതാണ്. ഇനി നേരം വൈകിക്കഴിഞ്ഞാൽ ഞാനൊക്കെ മറന്നു പോകും. എന്തൊക്കെ ഉണ്ടായി, എന്തൊക്കെ ചെയ്തു, എനിക്ക് എന്തൊക്കെ തോന്നി എന്നൊക്കെ ഞാൻ എഴുതി വെക്കുകയാണ്. ഒന്നല്ല, കുറേ നാൾ കഴിയുമ്പോൾ എടുത്ത് നോക്കുമ്പോൾ രസമല്ലേ, അതുകൊണ്ട് ഞാൻ അതൊക്കെ എഴുതി വെച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയും നേരം കണ്ടിരുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബും ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഓക്കെ, ബൈ. അത്രയേ ഉള്ളൂ.